ഇന്ദ്രപ്രസ്ഥത്തെ വിറപ്പിച്ച യുവതയ്ക്ക് 1000 അഭിവാദ്യങ്ങൾ. നീറ്റ് UGC എൻട്രൻസ് പരീക്ഷയുടെ താളപ്പിഴകൾ, അത് വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയിൽ എത്ര കൗമാരക്കാരുടെ ജീവിതമാണ് ഇവിടെ ഇല്ലാതായത്. നീറ്റ് പരീക്ഷ നഗ്നമായ അഴിമതിയായിരുന്നു എന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും എല്ലാ മാധ്യമങ്ങളും പറയുമ്പോഴും ഭരണകൂടം ഒരു തണുപ്പൻ പ്രതികരണത്തിലൂടെയാണ് അതിനെ നേരിട്ടത്. കഴിഞ്ഞ 37 ദിവസത്തിനുള്ളിൽ 12 കുട്ടികൾ ആദ്യം ആത്മഹത്യ ചെയ്തു. പിന്നീട് മരണങ്ങളുണ്ടായി. പുനഃപരീക്ഷയിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്തിൽ നിരാശയിൽ കൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾ പിന്നെയും. ഈ ഒരു മോശം കാലാവസ്ഥയിലൂടെ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ കടന്നു പോകുന്ന വേളയിലാണ് അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ CJP എന്ന് പറയുന്ന യുവജന സംഘടന ഈ സമരരംഗത്തേക്ക് കടന്നു വരുന്നത്. അവർ വന്ന് ഒരു മാസത്തോളം അവരുടെ തണുത്ത പ്രതിഷേധം സോനം വാങ്ചും എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ്റെ കൂടെ ശക്തമാകുന്നു. കൂടാതെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നേതാക്കളും രംഗത്ത് വന്നതോടുകൂടി രാജ്യതലസ്ഥാനം സംഘർഷഭരിതമായി മാറുന്നു. ഇതോടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ദില്ലി സാക്ഷിയായി മാറുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തേക്കും പ്രക്ഷോഭം പടരുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളിലും തെരുവിൽ ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നു. ക്രൂരമായ ലാത്തിചാർജുകൾ, ജലപീരങ്കികൾ, കല്ലേറ്, ഇങ്ങനെ പ്രക്ഷോഭം മറ്റൊരു ദിശയിലേക്ക് കടന്നു പോകുമെന്നുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഭരണകൂടത്തിൻ്റെ നിഷേധമായ സമീപനമാണ് കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത്. ഒരുപക്ഷെ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ആ ഒരു കടമ്പടത്തിൽ നിന്നും ഇന്ത്യൻ ഭരണകൂടം നിലയുറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള മോശം അവസ്ഥയിലേക്ക് ഈ സമരം കൊണ്ടെത്തിക്കത്തില്ലായിരുന്നു. അവസാനം കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഇതോടെ ഈ സമരത്തിന് താൽക്കാലികമായി ശമിച്ചു എന്ന് പറയാം. പക്ഷേ വരും കാലം ഇന്ത്യ നേരിടാൻ പോകുന്നത് ഇതുപോലുള്ള യുവജന പ്രക്ഷോഭങ്ങളാണ്. കാരണം ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യുവതയ്ക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വരും കാലം ഇന്ത്യ നേരിടാൻ പോകുന്നത് ഇതുപോലുള്ള, അല്ലെങ്കിൽ ഇന്ത്യ സാക്ഷിയാകാൻ പോകുന്നത് ഇതുപോലുള്ള കരുത്തുറ്റമായ യുവജന പ്രക്ഷോഭങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ഇടതുപക്ഷ നേതാക്കൾക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.